65% മീറ്റ് കിട്ടുന്ന മെയിലാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇറച്ചിക്കാർ മൊത്തത്തിൽ കൊണ്ടുവരുന്ന ഒരു കുറ്റായിട്ട് ഇതായിട്ട് പറയല്ല, അത് 50% സാധാരണ മീറ്റ് കിട്ടാറുള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന ആടുകൾ ബഹുഭൂരിപക്ഷം നമുക്ക് 60 മുതൽ 65% വരെ ഇറച്ചി കിട്ടും. അതായത് 20 കിലോ കിട്ടുന്ന ഒരു കുട്ടി 13-13.5 കിലോ മീറ്റ് കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇറച്ചി ആടുകളാണ് നമ്മൾ ഇതിന് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. കറക്റ്റ് 4 പല്ല്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് 1.5 വയസ്സ് കഴിഞ്ഞു. അതാണ് അതിന്റെ മാറ്റം കാര്യങ്ങളും വരുന്നത്. 330 മുതൽ രാജസ്ഥാൻ ആടുകൾ. ഞാനിപ്പോ നമ്മുടെ മലപ്പുറത്തുള്ള 4 സ്റ്റാർ ഗോഡ് ഫാമിലാണ്. മാസം 100 കണക്കിന് ആടുകളാണ് നമ്മുടെ ഈ ഒരു ഫാമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം 230 ആടുകൾ, അത് ആട്ടിൻകുട്ടികള്, ചനയാടുകള്, മുട്ടനാടുകള്, എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മുടെ ഈ ഒരു ഫാമിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രാജസ്ഥാനിൽ നമ്മുടെ ജയ്പൂരിൽ ഇവർക്കൊരു ഫാമുണ്ട്. അവിടുത്തെ ഫാമിൽ നിന്നാണ് ഈ കാണുന്ന കുട്ടികളെ ആയാലും ഇറച്ചി ആടുകളെ ആയാലും എല്ലാത്തിനെയും കൊണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ ഇവിടുത്തെ ഇറച്ചി ആടുകളുടെ കാര്യം തന്നെ നോക്കി. ഇതുണ്ട്, ഇവിടുത്തെ ഒരു മുട്ടനാടാണ് ഈ കാണുന്നത്, നമ്മുടെ സിരോഹിയാണ്. ഇവിടെ ഇറച്ചിയാടെന്ന് പറയുമ്പോൾ എങ്ങനെ വില ഒരു 65% കൂടുതൽ ഇറച്ചി കിട്ടുന്ന ആടുകളെയാണ് ഇവിടെ നമ്മുടെ ആവശ്യക്കാർക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഫാം എത്തിക്കുന്നത്. അടുത്ത 2 ആടിനെ കാണിക്കുക. അതാണ് സോയത്തിന്റെ ഒരു ആടാണ്. ഇതിനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു 65%, അതായത് കിട്ടുമല്ലേ. അത് 20 കിലോ ഉള്ള ഒരു ആടിനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു 13 കിലോയ്ക്ക് മുകളിൽ ഇറച്ചി കിട്ടും. അങ്ങനെയുള്ള ഇറച്ചി ആടുകളാണ് ഇവിടെ ഉള്ളത്. ഫുൾ ഇറച്ചിക്ക് വേണ്ടിയുള്ളതാണ്. അത്യാവശ്യം നല്ല തൂക്കമുള്ള, നല്ല ഇറച്ചി കിട്ടത്തക്ക രീതിയിലുള്ള ആടുകളാണുള്ളത്. അത് ഇറച്ചിയാട് കാര്യം. ഇനി അടുത്ത് നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസം കൊണ്ട് തന്നെ ഒരു ആവറേജ് 20 കിലോ ആവത്ത രീതിയിലുള്ള കുട്ടികളാണ് കാണിച്ചിരുന്നത്. നോക്കിയോ, ഈ കാണുന്ന കുട്ടികളെല്ലാം നിങ്ങൾ നോക്കി. ഇതെല്ലാം തന്നെ ഒരു 5 മാസം, 4.5 മാസം, 5.5 മാസം പ്രായമുള്ളൂ. എല്ലാത്തിനും തന്നെ ആവറേജ് നമുക്കൊരു 19, 20, 21 കിലോ ഉള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മുടെ ഫാമിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ജയ്പൂർ ഫാം ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് എല്ലാ ആടുകളും തന്നെ പ്രോപ്പറായിട്ട് തന്നെ വാക്സിൻ എല്ലാം തന്നെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോലും പല 2-3 ഷെഡുണ്ട്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്വാറന്റൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കർഷകരിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലോട്ടോ വീടുകളിലോട്ടോ ഒക്കെ നിങ്ങൾ ആട്ടിൻകുട്ടികളെയോ ചന ആടുകളെയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടനാടുകളെയോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വെട്ടത്താണ്. മാത്രമല്ല നിങ്ങളൊരു കച്ചവടക്കാരനാണ്, അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വലിയൊരു ഫാം ആരംഭിക്കണം, നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരു ഫുൾ ലോഡായിട്ട് നിങ്ങൾ ആടുകളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 4 സ്റ്റാർ ഫാമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഫുൾ ലോഡായിട്ട് നിങ്ങൾ കേരളത്തിൽ എവിടെ ആയാലും നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്നതായിരിക്കും. ജനുവരി പകുതി ആയിട്ടുള്ളൂ. ഇനി ഒരു 2 ലോഡ് ഇനിയും നമ്മുടെ ഫാമിൽ വരാനുണ്ട്. എങ്ങനെയാലും മാസത്തിലൊരു 4-5 ലോഡ് നിലവിൽ നമ്മുടെ ഈ ഫാം നമ്മുടെ കേരളത്തിലോട്ട് എത്തിക്കുന്നുണ്ട്. ഷാജാൻ ഭായ്, കുറെ ആടുകളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടല്ലോ. അതെ അല്ലേ, കുട്ടികൾ, ചെനയാടുകൾ, എല്ലാ സാധനവും നമ്മുടെ ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്. അത് ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ വാക്സിനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സിരോയുണ്ട്, തോത്താപരി, ഹുജറി, പാർബൽസരി. ഓക്കെ, ഈ മെയിൻ ആടുകളാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. വരാനുണ്ട്. ബീറ്റലും പിന്നെ ബീറ്റലും തോത്താപരിയാണ് മെയിൻ ആയിട്ട് നമുക്ക് അത് വാക്സിനേഷൻ കൊടുത്തിട്ട് ക്വാറന്റൈനിൽ ഓക്കെ. നമ്മളപ്പോ അവിടുന്ന് നിങ്ങൾക്ക് ആയാലും അവിടെ ജയ്പൂരിലും രാജസ്ഥാനിലും നിങ്ങൾക്ക് അവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉള്ളതിനെ കൊണ്ടാണ് ഇത്രയും സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റേക്കാളും ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അവിടെ ഫാം ഉള്ളതുകൊണ്ട്. അപ്പൊ അതായത് ഇവരുടെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ ആടുകളൊക്കെ എടുത്ത് ഇവരുടെ ഫാമിൽ അല്ലേ, അതെ അവിടെ ഫാമുണ്ട്. അവിടുന്ന് ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ടാലും നിങ്ങളൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കൊടുക്കത്തുള്ളൂ. ഇനി നമ്മളെ കുട്ടികൾ ഇതെല്ലാം തന്നെ നല്ല അടിപൊളി കുട്ടികൾ വളർത്തു കുട്ടികളൊക്കെ. പർബൽസരിന്റെ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അത് സിരോഹി, ഇതാണ് നല്ലൊരു കുട്ടികൾ. പിന്നെ സോജത്ത് എന്ന് പറഞ്ഞ ബ്രീഡിന്റെ അല്ലേ. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടികളും ഇവിടെ ഞാൻ പിന്നെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പൊ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ കുട്ടികളെ കണ്ടില്ല, ഈ വൈറ്റ് കുട്ടികൾ സോജത്തിന്റെ കുട്ടികളാണ്. സോജത്തിന്റെ കുട്ടികൾ നല്ല അടിപൊളി വളർത്തു കുട്ടികളുണ്ടല്ലേ. നല്ല ഹൈറ്റും ലെങ്തും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ മെയിനായിട്ട് ഈ വളർത്തു കുട്ടികളെ നോക്കുമ്പോൾ എങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ എടുക്കുന്നത്? ചെറു പ്രായത്തിൽ കൂടിയ വളർച്ച, ഹൈറ്റും ലെങ്തും ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ മറ്റേ അതർ കംപ്ലൈൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഐറ്റങ്ങളെ എടുക്കത്തുള്ളൂ. ഇതിപ്പോ കമ്പൽസറി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതർ ഇത് കിട്ടുമെങ്കിലും കൂടി അതിനെ ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റത്തേ ഉള്ളൂ. വളർത്താൻ വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായ ആടുകളെ മാത്രം അത്രേ കൊടുക്കത്തുള്ളൂ കർഷകർക്ക്. ശരി, നമുക്ക് ഇനിയിപ്പോ അടുത്ത് നമുക്ക് ചനയാടിന്റെ കാര്യം അറിയണം. അതുപോലെ തന്നെ വലിയ അങ്ങനത്തെ കാര്യങ്ങൾ. ചനയാടൊക്കെ ചെനയാട് പിന്നെ ഇപ്പൊ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ ഇത് പ്രഗ്നന്റ് മുതലുള്ള ആടുകളാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. ശരി, ആദ്യത്തെ ആകുമ്പോൾ യാത്രയും കാര്യങ്ങളിലും ചെറിയ കുറച്ച് നെഗറ്റീവ്സ് വരുന്നുണ്ട്. അതെ, രണ്ടാമത്തെ പ്രഗ്നൻസി മുതലാണ് ആടുകളെ കൊണ്ടുവരുന്നത്. അപ്പൊ എത്ര മാസം ചനയുള്ളതിനെ കൊണ്ടുവരുന്നത്? ഇത് ഏകദേശം ഒരു 2 മാസം മുതൽ ഒരു 3-3.5 വരെ. അതിന് മേലോട്ടും കൊണ്ടുവരില്ല, താഴേക്കും പോകില്ല. ഇതിപ്പോ ഏകദേശം രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കും. 70% ഇറച്ചിയാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ അവിടെ നോർത്തിൽ കുർബാനും വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് അവർ വളർത്തി അതിനുള്ള പിന്നെ സംവിധാനത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആടുകളാണല്ലേ. ശരി.